അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു പ്രാർത്ഥനയുമായിട്ടാണ് വരുന്നത്. വലിയ സങ്കടമായൊരു വാർത്തയാണ് കേട്ടത്. പത്രമാധ്യമങ്ങളിലൂടെ ഫാത്തിമത്തു നഈമ എന്ന് പറയുന്ന ദേർലക്കട്ട ബെൽമ കാണിക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ പെൺകുട്ടി, 8 വർഷം പ്രായം മാത്രമുള്ള പൊന്നുമോൾ, ആ നിഷ്കളങ്കമായ മുഖം, യാ അല്ലാഹ്, കാണുമ്പോൾ തന്നെ വല്ലാണ്ട് സങ്കടപ്പെടുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുടെ ലോകത്തുണ്ടായ പൊന്നുമോൾ പെട്ടെന്നാണ് വീടിൻ്റെ അടുത്തുള്ള ആ മതിലിടിഞ്ഞ് വീണ് ആ കുട്ടി മരണപ്പെട്ടു. ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. നല്ലൊരു പൊന്നുമോളായിരുന്നു, ആ കുടുംബത്തിൻ്റെ വലിയ സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മഴ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പല അപകടങ്ങൾ, മറ്റൊരു സ്ഥലത്ത് ഉള്ളാളയിൽ വെച്ച് ഇങ്ങനെ പല നിരന്തരമായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, മതിലിടിഞ്ഞ് വീണു, അങ്ങനെ ഒരുപാട് മണ്ണിടിഞ്ഞ് വീണു എന്ന് പറയുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ പോകുമ്പോഴൊക്കെ വലിയ ദുഃഖമാണ്. ചില വീടുകളൊക്കെ വലിയ വലിയ മണ്ണ് ഇടിച്ചിൽ സാധ്യതയുള്ള സ്ഥലത്ത് വീടുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. അവർക്കിപ്പോൾ മാറി താമസിക്കാനോ അല്ലെങ്കിൽ വേറെ സ്ഥലം വാങ്ങി താമസിക്കാനോ അവരെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാലും അവരങ്ങ് ജീവിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം. ഇങ്ങനൊരു സന്ദർഭം ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ അവിടെ നിന്ന് മാറി അയൽവാസികളുടെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബ വീട്ടിലേക്ക് താമസിക്കലാണ് നല്ലത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പൊന്നുമോളുടെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഇനി ആ മാതാപിതാക്കൾക്ക് പ്രാർത്ഥന മാത്രമാണുള്ളത്. ഇത് അല്ലാഹുവിൻ്റെ പരീക്ഷണയാണ്. എത്രയോ കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നാടുകളിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഇരിക്കുമ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ആ കുടുംബത്തെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. എപ്പോഴാണ് എന്ത് സംഭവിക്കുന്ന അറിയില്ല. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല. മാ തദ്രി നഫ്സും ബി അയ്യ അർദിൻ തമൂത്ത്. ഒരാൾക്കും എപ്പോൾ എവിടെ വെച്ച് അങ്ങനെ മരണപ്പെടുമെന്നും അറിയില്ല. ഇത്തരത്തിലുള്ള ചെറിയ പൊന്നുമോളുടെ മുഖം കാണുമ്പോൾ വല്ലാണ്ട് സങ്കടപ്പെടുകയാണ്. നമ്മുടെ മക്കളുടെ ഓർമ്മ മനസ്സിൽ ഓടി വരികയാണ്. അല്ലേ, മക്കൾക്കൊക്കെ വീട്ടിൽ അല്ലേ അവരുടെ സന്തോഷം, അവർ കളി തമാശകൾ കാണുമ്പോൾ, ആ പൊന്നുമക്കളുടെ ആ കുഞ്ഞുടുപ്പുകൾ, കുഞ്ഞു ചെറുപ്പുകളൊക്കെ കാണുമ്പോൾ ആ ഉമ്മ എങ്ങനെ സഹിക്കും, ആ കുടുംബം എങ്ങനെ സഹിക്കും? എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു കുടുംബത്തിന് ക്ഷമാ പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമുള്ള എല്ലാ സ്ഥലങ്ങളും അല്ലാഹു എല്ലായിടത്തും അല്ലാഹുവിന് പ്രത്യേകമായ സലാമത്ത് കാവൽ അല്ലാഹു നൽകട്ടെ. സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്. പലയിടത്തും സ്കൂളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ പൊന്നുമക്കൾ മദ്രസ സ്കൂളിലേക്ക് പോകുന്ന മക്കളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. മക്കൾക്ക് വേണ്ടി ഒന്നും ദുആ ചെയ്യണം. കാരണം ഈ മക്കൾക്ക് അപകടത്തെക്കുറിച്ചൊന്നും അറിയില്ല, അവർക്കതിനെക്കുറിച്ചൊരു ബോധമൊന്നുമില്ല. ഒരു പാവം വലിയ സന്തോഷത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ യാ അല്ലാഹ്, കാണുന്ന കാഴ്ചകൾ ഓരോന്നും, കേൾക്കുന്ന വാർത്തകൾ ഓരോന്നും മനസ്സിനെ കരലലയിപ്പിക്കുന്ന, വല്ലാത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. പിഞ്ചുമക്കൾ അല്ലെ, സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും കയ്യിൽ തന്നെ പൊന്നുമക്കളെ കഫംപുടയിൽ പൊതിഞ്ഞ് മറമാടുക, ദഫൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പരീക്ഷണം ഒരാൾക്കും താങ്ങാനും സഹിക്കാനും കഴിയാത്തതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പൊന്നുമോൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ അല്ലാഹു ഈ പൊന്നുമോനെ ഉൾപ്പെടുത്തട്ടെ. ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളാണെങ്കിൽ വലിയ ഒരു ജാഗ്രത, വലിയ ഒരു ശ്രദ്ധ നമ്മുടെ ആ ഭാഗത്തിൽ, ആ കാര്യത്തിൽ വേണം. അല്ലാഹു കാത്തുരക്ഷട്ടെ. ഒരുപാട് വീടുകളുണ്ട് ഇത്തരത്തിലുള്ള വലിയ സങ്കടത്തിൽ കഴിയുന്ന, വേറൊരു വഴിയുമില്ലാതെ, താമസിക്കലല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും? അതെനിക്ക് എന്തെങ്കിലും ഈ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചില കുടുംബങ്ങൾ ഇതിനൊരു പരിഹാരമായി പലയിടത്ത് പോകുമ്പോൾ അവഗണനയാണ്. മരണപ്പെട്ടതിൻ്റെ ശേഷം ഒരുപാട് ദുഃഖിച്ചും ഒരുപാട് സങ്കടം പറഞ്ഞു, വിഷം പറഞ്ഞൊരു കാര്യമില്ല. അതിൻ്റെ മുമ്പൊരു പരിഹാരം നാം കണ്ടെത്തേണ്ടതുണ്ട്. സാധിക്കുന്നവർ സഹായിച്ചുകൊണ്ട് പരസ്പരം എന്തെങ്കിലും അതിനൊരു നമുക്ക് കാര്യമായൊരു പരിഹാരം നടത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലാഹു ആ കുടുംബത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ പറയുന്നത് പോലെയല്ല, എളുപ്പമല്ല. ആ ഒരു നൊമ്പരം, ആ മനസ്സിൻ്റെ വേദന അതങ്ങനെ പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നതല്ല. പിഞ്ചു മക്കളെ കാണുമ്പോഴൊക്കെ, ആ പ്രായത്തിലുള്ള മക്കളെ കാണുമ്പോഴൊക്കെ മനസ്സിൽ ഓടി വരുന്നത് തൻ്റെ മക്കളെയാണ്. ഒരു ഉമ്മാക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
അവൻ്റെ പ്രത്യേകമായ കാവൽ അല്ലാഹു നൽകട്ടെ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കലോടുകൂടി അതോടൊപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി നാം അത് കൈകാര്യം ചെയ്യുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും വേണം. എത്രയോ മക്കൾ, ഈ അടുത്ത് തന്നെ 2 മക്കൾ അനുജത്യം ജ്യേഷ്ഠത്യം തൂക്കിപ്പിടിച്ച് കിടന്നുറങ്ങിയ മക്കളാണ്. സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ മയ്യത്താണ്. യാ അല്ലാഹ്, എങ്ങനെ സഹിക്കും പ്രിയപ്പെട്ടവരെ? അതും നല്ല പഠിക്കാൻ നല്ല മിടുക്കിയാണ്. അല്ല, ആ കുടുംബത്തിൻ്റെ അവിടുത്തെ ഉസ്താദന്മാരൊക്കെ ആ കുട്ടിയെക്കുറിച്ച് പറയും നല്ല പക്വതയുള്ള കുട്ടിയാണ്. ആ പ്രായത്തെക്കാൾ പക്വത ഉള്ള സംസാരമാണ്. പക്വതയോടുകൂടി പെരുമാറുന്നൊരു കുട്ടിയാണ്. ആ മദ്രസിൻ്റെ ഉസ്താദന്മാർക്ക് കൂടെ പഠിക്കുന്ന സഹപാഠികൾക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല. വലിയ സങ്കടപ്പെട്ടു. ഈ കുട്ടിയെക്കുറിച്ച് അറിയുന്നവർ, ഈ കുട്ടിയെക്കുറിച്ച് പരിചയമുള്ളവർ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തേർലക്കട്ട ബെൽമ കാണക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു സംഭവം ഉണ്ടായത്. നൗഷാദ് എന്ന ആ ചെറുപ്പക്കാരൻ്റെ മകൾ ഫാത്തിമത്തു നഈമ എന്ന് പറയുന്ന കുട്ടിയാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ഇത് ക്ഷമിക്കാനുള്ള ഒരു പ്രത്യേകമായ നിൻ്റെ സ്വബർ അള്ളാഹു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ നീ കാത്തുകൊള്ളണേ അല്ല. നമ്മുടെ വീടുകളെ നീ കാത്തുകൊള്ളണേ അല്ല. നമ്മുടെ നാടുകളെ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹു പല വീടുകളിൽ ഇത്തരത്തിലുള്ള സാഹചര്യ സന്ദർഭത്തിലുള്ള ഒരുപാട് പ്രദേശങ്ങളൊക്കെ ഉണ്ട് റഹ്മാനെ. അവിടേക്ക് നിൻ്റെ പ്രത്യേകമായ കാവൽ എല്ലാ ദിവസവും ഭീതിയോട് വളരെ വേദനയോടുകൂടി ഓരോ ദിവസങ്ങൾ മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ട് നിരന്തരമായ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങൾ എന്ത് സംഭവിക്കും, ഇന്ന് രാത്രി എന്ത് സംഭവിക്കും, നാളെ പകൽ എന്ത് സംഭവിക്കും എന്നറിയാതെ പേടിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന എത്രയോ വീടുകളുണ്ട്, എത്രയോ നാടുകളുണ്ട്, എത്രയോ പ്രദേശങ്ങളിൽ ഓരോ ഉമ്മമാർ രാത്രി കിടന്നാൽ ഉറക്കം വരുന്നില്ല, എന്ത് സംഭവിക്കുന്നറിയില്ല. തൊട്ടടുത്ത് വലിയ മണ്ണാണ്, അത് എപ്പോഴും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതാണ്. വലിയ മതിൽക്കെട്ടാണ്, അതും എപ്പോഴും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. എന്ത് സംഭവിക്കുന്നറിയില്ല. അതിങ്ങനെ നോക്കി നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെ ഇടിഞ്ഞു വീണാൽ എന്തെങ്കിലും അതിന് പരിഹാരമായി ചോദിക്കാൻ പോയാൽ അതിനെ അവഗണിച്ച് കളയുന്നവരുമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാവിധക്കുള്ള കാവലും എല്ലാവിധക്കുള്ള സലാമത്തും എല്ലാ നിലക്കുള്ള അള്ളാഹുവിൻ്റെ ഹിഫ്ളിയത്ത്, യാ ഹഫീദ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്, എൻ്റെ രക്ഷയും എൻ്റെ പ്രത്യേകമായ കാവൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരിടത്തും അള്ളാഹു പ്രയാസത്തിലാക്കല്ലേ റബ്ബേ. മഴ ഇങ്ങനെ വർഷിക്കുന്നത് നിരന്തരമായി തുടരുമ്പോൾ വേദനയോടുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. നമ്മുടെ വീട് ഉസ്താദേ ഏത് സമയത്തും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലത്താണ്, ഏത് സമയത്തും മതിലിടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള സ്ഥലത്താണ് വീടുള്ളത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അയൽവാസികൾക്ക് കുടുംബങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യവുമല്ല. മക്കൾക്ക് സ്കൂളും മദ്രസയൊക്കെ ഉള്ളതാണ്, അവരങ്ങനെ വിട്ടുകഴിഞ്ഞ് പോകാനും പറ്റൂല. ഇതാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയില്ല. മഴ തുടരെയായി നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവെ, നിൻ്റെ മഴ അനുഗ്രഹമായി വർഷിപ്പിക്കണേ റഹ്മാനെ. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാത്ത രീതിയിൽ അള്ളാഹു നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. മരിക്കുമ്പോൾ ഈമാനോട് കൂടിയുള്ള മരണം നൽകി അനുഗ്രഹിക്കുക റഹ്മാനെ. കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുവെ ഇത്തരത്തിലുള്ള സാഹചര്യമുള്ളവർ നീ വലിയ സലാമത്ത്, എൻ്റെ പ്രത്യേകമായ കാവൽ നൽകി അനുഗ്രഹിക്കുക റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.